ദിവസം നമുക്ക് നന്ദിയോടുകൂടെ ആയിരിക്കാം. हृदय से परमेश्वर को धन्यवाद करे। प्रभु ने ऐसा अनुग्रहकारी समय हमारे जीवनों में दिया है। ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന ദൈവവചന ഭാഗത്ത് നിന്നാണ്. इन दिनों हम जो वचन में से मनन कर रहे हैं वो पहाड़ी उपदेश में से। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് ഈ ഭാഗം. पिछले दिनों जिस तरह हमने पढ़ा, बाइबल के मुख्य महत्वपूर्ण भागों में से एक भाग है ये। തന്റെ ശിഷ്യന്മാരെയും തന്നോട് കൂടെയുള്ള പുരുഷാരത്തെയും അടുത്ത് വിളിച്ചിട്ട് കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. यीशु मसीह ने अपने शिष्यों को अपने पास बुला के उनको जो उपदेश दिया उसको हम यहाँ देखते हैं. തന്റെ അടുക്കൽ വരുന്നവര് അല്ലെങ്കിൽ തന്നോട് കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവര് അനുഷ്ഠിക്കേണ്ട ഉപദേശ മാതൃകകളാണ് ഇതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. उसके पीछे चलने वालों के लिए जो अनिवार्य नियम है उन बातों को हम यहाँ देखते हैं. ഞാൻ പലപ്പോഴും മറ്റുള്ളവരോട് പറയാറുണ്ട്, ഞാൻ സ്വയം എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ്. മറ്റൊരു ഭാഗവും ദൈവവചനത്തിലെ മറ്റൊരു ഭാഗവും നമുക്ക് വായിക്കുവാനോ പഠിക്കുവാനോ കഴിഞ്ഞില്ലെങ്കിലും സഹോദരങ്ങളെ, ഈ 3 അധ്യായങ്ങൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നാം വായിക്കുകയും നാം പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്യണം. मैं आप सबसे गुजारिश है कि बाइबल के दूसरे भागों को हम पढ़े चाहे ना पढ़े, लेकिन मत्ती रचित सुसमाचार 6, 7, 8 जो भाग है जो मनन कर रहे हैं इसको आप जरूर पढ़ें. ദൈവവചനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കരുതെന്നോ പഠിക്കരുതെന്നോ ധ്യാനിക്കരുതെന്നോ അല്ല അതിന്റെ അർത്ഥം. പക്ഷേ മറ്റേതൊരു ഭാഗങ്ങളിൽ ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ഉൾക്കാമ്പുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. बाइबल के दूसरे भागों को अध्याय को हम ना पढ़े ऐसा नहीं कह रहा हूँ, लेकिन उनमें से ये मुख्य भाग है जिसको हम जरूर पढ़े. ദൈവവചനത്തിന്റെ മറ്റു ഭാഗങ്ങളെയൊക്കെയും ചേർത്ത് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും എല്ലാം ചേർത്ത് സംക്ഷിപ്തമായ രീതിയിൽ തന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. यीशु मसीह पुराने नियम नए नियम में से तमाम बातों को जोड़कर पहाड़ी उपदेश में 5वें, 6ठे, 7वें अध्याय में मूलभूत बातों को कहते हैं. സഹോദര സഹോദരി, വിശ്വാസത്തോടെ ഹൃദയ ശുദ്ധിയോടുകൂടെ ഞാനും നിങ്ങളും ഈ വചനഭാഗം അനുസരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഭൂമിയിലായിക്കൊള്ളട്ടെ വരുവാനുള്ള കർത്താവിനോടുള്ള വാസത്തിലായിക്കൊള്ളട്ടെ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവുകയില്ല. जो अगर आप विश्वास के साथ पवित्रता के साथ इन भागों को पढ़ते हैं तो जीवन में कभी भी मुझे आपको कभी भी अपने ऊपर में लज्जित होने का अवसर नहीं होगा. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 7-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്. पिछले हफ्ते हमने मत्ती रचित सुसमाचार 7वें अध्याय के 7 से लेके 12 आयतों को मनन किया. കർത്താവിൽ നിന്ന് എങ്ങനെയാണ് പ്രാപിക്കേണ്ടത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. कैसे हम प्रभु से प्राप्त करें हमने सीखा समझा है. കർത്താവിന്റെ സന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, അവിടുത്തെ സന്നിധിയിൽ നിന്ന് വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാപിച്ചെടുക്കണമെന്ന് ആ ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞു. प्रभु के साथ कैसे बैठ के प्रार्थना करें, कैसे परमेश्वर जो हमसे वादा किया उसको अपने जीवन में प्राप्त करें हमने सीखा है. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഏത് അനുഭവങ്ങളിലും നമുക്ക് ഓടിയടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് സമീപസ്ഥനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. जीवन की किसी स्थिति में किसी परिस्थितियों के अंदर में सबसे अधिक समीप जाने वाला एकमात्र स्थान है प्रभु यीशु मसीह का स्थान. മനുഷ്യരോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിന് മുമ്പ്, മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പ് നാം ആദ്യമായി ചെയ്യേണ്ടത് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ വിശ്വാസത്തോടെ പറയണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. यहाँ इन बातों को सीखते हैं. हमारी आवश्यकताओं को मनुष्य को बताने से पहले हम प्रभु की उपस्थिति में जाके अपनी सारी बातों को प्रभु से कहें. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുത്ത് അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ച് ശ്രമിക്കുന്നുവെങ്കിൽ, അതിനേക്കാൾ എത്രയോ അധികമായി സ്നേഹത്തോടെ താല്പര്യത്തോടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും, പിതാവ് നമുക്ക് വേണ്ടി ചെയ്യും എന്ന് നമുക്ക് വായിക്കുവാനിടയായി. इन अध्याय में पढ़ते हैं, अगर एक संसारिक बाप अपने बच्चे की चिंता करता है, उसकी आवश्यकताओं के लिए वो मेहनत करता है, तो
हमारा परमेश्वर कितना हमारे लिए चिंता करता है, इन वाक्यों के द्वारा हमें पता चलता है। അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, ഭൗതികമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ ആത്മീകമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, നാളെ ഓർത്ത് നമ്മൾ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ അത് കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. मैं तुम सबसे आग्रह करता हूँ, हमारे जीवन के भविष्य के बातों को, कोई भी बात है, उन सबको प्रभु से कह के हम प्रभु की उपस्थिति जाके कहें और उनको हम जीवन में प्राप्त करें। നാം പോലും ചിന്തിക്കാത്ത വഴികളിൽ, അത്ഭുതകരമായ വഴികളിൽ കർത്താവ് നമുക്ക് വാതിലുകളെ തുറക്കും. നമ്മളെ സഹായിപ്പാൻ തക്കവണ്ണം ചില വ്യക്തികളെ, നാം അറിയാത്ത വ്യക്തികളെ പോലും കർത്താവിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. प्रभु मेरे रात के लिए, मेरा आप नहीं जानते वैसे दरवाजे खोलेगा, ऐसे व्यक्तियों के द्वारा प्रभु हमारी सहायता करेगा जिनको हम जानते नहीं, हम सोच भी नहीं सकते हैं। 12ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. 12वीं आयत को इस तरह पढ़ के हमने समाप्त किया था। മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. इस कारण जो कुछ तुम चाहते हो कि मनुष्य तुम्हारे साथ करे, तुम भी उनके साथ वैसा ही करो। व्यवस्था भविष्यवक्ताओं की शिक्षा यही है। ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതല് മറ്റുള്ള സഹവിശ്വാസികളോട്, തന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് ഉള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് അവിടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. परमेश्वर का अनुग्रह प्राप्त किया जो व्यक्ति है, कैसे अपने दूसरे विश्वासियों के साथ, सहपाठियों के साथ में व्यवहार करे, कैसा संबंध रखे, इन बातों को हम देखते हैं। ഒരു പരിധിവരെ മാനുഷിക സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ് മറ്റുള്ളവർ നമ്മളെ സഹായിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം. ये मनुष्य के प्रकृति है, स्वभाव है कि वो हमेशा सोचता है कि मनुष्य हमारी सहायता करे। അതുപോലെ തന്നെ നാം ആഗ്രഹിക്കുന്നു മനുഷ്യർ നമ്മളെ അംഗീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും നമ്മുടെ ജീവിതത്തിലുണ്ട്. उसी तरह मेरा आप चाहते हैं कि मनुष्य मुझे आपको स्वीकार करे। ഇവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, മറ്റുള്ളവർ നമുക്ക് ചെയ്യണമെന്ന് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അവർക്ക് ചെയ്യണമെന്ന്. यहाँ प्रभु इसलिए कहता है, तुम जो चाहते हो कि दूसरे तुम्हारे लिए करे, तुम उनके लिए वैसा ही करो। മനുഷ്യർ നമ്മളെ സ്നേഹിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ സ്നേഹിച്ചില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം. മനുഷ്യർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ അവർ പ്രാർത്ഥിച്ചില്ലെങ്കിലും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ ബഹുമാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ബഹുമാനിച്ചില്ലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ബഹുമാനിക്കണം. ലെറ്റ് us take the first step and do it, never expect others to do so. मनुष्य मेरा आप चाहते हैं कि दूसरे हमसे प्रेम करे, वो हमसे करे, इच्छा ना करे, हम उससे प्रेम करें। मेरा आप चाहते हैं कि दूसरे हमारे लिए प्रार्थना करे, वो करे चाहे ना करे, हम उनके लिए प्रार्थना करें। जीवन यात्रा के अंदर में पहला कदम मैं और आप पहले रखें, बजाय वे कदमों को रखें। സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ഒരു ഉപദേശത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആരോടും ഒരിക്കലും ഒരു കംപ്ലൈന്റും ഉണ്ടാകത്തില്ല. ये जो बात है, जो यीशु मसीह ने कहा, तुम जो चाहते हो कि दूसरा तुम्हारे साथ करे वैसा तुम उनके साथ करो। जीवन के अंदर कभी भी मेरा आप किसी के साथ में बैर नहीं रखेंगे, मन मुटाव नहीं रखेंगे। നമുക്ക് ആരോടും പിണക്കം ഉണ്ടാകത്തില്ല, ആരോടും പരിഭവം ഉണ്ടാകത്തില്ല, ആരോടും കംപ്ലൈന്റ് ഉണ്ടാകത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കത്തില്ല. हम किसी के साथ कोई शिकायत नहीं करेंगे, कोई मन मुटाव नहीं होगा, कोई बैर नहीं होगा, क्योंकि हम जो सोचते हैं वैसा ही हम करते हैं। ഈ വചനം അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ചിന്ത എപ്പോഴും ഇതായിരിക്കും, കർത്താവെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും തക്കവണ്ണം എനിക്കൊരു അവസരം കാണിച്ചു തരണമേ എന്നുള്ളതായിരിക്കും അവരുടെ പ്രാർത്ഥന. इस वाक्य को पढ़ के इसके साथ चलने वाला हमेशा प्रभु से प्रार्थना करेगा, प्रभु मैं दूसरों के लिए कुछ कर पाऊं, दूसरों की सहायता कर पाऊं। वो चिंता हमेशा रहेगा कि मैं कुछ ना कुछ दूसरों के लिए करूं। അത് ഒരുപക്ഷെ പണം കൊടുത്തായിരിക്കണമെന്നില്ല, മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തായിരിക്കണമെന്നില്ല, ഒരുപക്ഷെ ശരീരം കൊണ്ടുള്ള സഹായമായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ അവർക്ക് ആശ്വാസം, മറ്റൊരാൾക്ക് ആശ്വാസം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ പിന്നിലെ ചിന്ത. हो सकता है कि वो धन के द्वारा सहायता ना करे, कुछ और के द्वारा सहायता ना करे, लेकिन फिर भी उसकी इच्छा रहेगी, प्रभु मैं किसी भी तरह अपने शरीर के द्वारा उसकी कोई मदद कर पाऊं, सहायता कर पाऊं।
സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, സർവശക്തനായ നമ്മുടെ കർത്താവ് സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നാം എന്തെങ്കിലും കർത്താവിന് ചെയ്തു കൊടുക്കും എന്നുള്ള ആഗ്രഹത്തിലാണ്. हम जरा आप सोचे, प्रभु यीशु मसीह संसार में हमारे लिए संसार में आया, क्या यीशु मसीह ये सोच के आया है कि हम उसके लिए कुछ करेंगे? प्रियो, ऐसा नहीं था। നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി രക്തം ഒഴുക്കി അവിടുന്ന് കഷ്ടത അനുഭവിച്ചു മരിച്ചു. എന്താ, നമ്മൾ എന്തെങ്കിലും കർത്താവിന് ചെയ്തു കൊടുക്കുമെന്നുള്ള ആഗ്രഹത്തിലാണോ? यीशु मसीह संसार मनुष्य बनकर आए, मेरे पापों को अपने ऊपर उठा के उसने अपने आप को दोष के लिए चढ़ा दिया। क्या ये सोच के यीशु मसीह ने किया कि मेरा आप उसके लिए कुछ करेंगे? ऐसा नहीं है। കർത്താവിന്റെ അപ്പോസ്തലന്മാർ കർത്താവിന്റെ വഴി പിന്തുടർന്നു, കഷ്ടം അനുഭവിച്ചു. അവർ താമസിച്ചിരുന്ന, അവർ ജനിച്ച് ജീവിച്ചിരുന്ന യെരുശലേമിൽ നിന്ന്, പാലസ്തീനിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ആ കാലഘട്ടത്തിൽ അവർ കഷ്ടത അനുഭവിച്ച് കടന്നുപോയി. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവർ പോയിടത്തൊക്കെ ബിസിനസ് ചെയ്യുവാനും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമുള്ളത് ആഗ്രഹത്തിലാണ് അവർ പോയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? यीशु मसीह के शिष्य जो थे, यीशु मसीह के बाद यरूशलेम छोड़ के फिलिस्तीन के अनेकों स्थानों में गए, और क्या वे धंधा करने के लिए गए, कोई बिजनेस करने के लिए गए? क्या आप ऐसा सोचते हैं? അന്ന് മുതൽ ഇന്ന് വരെ ഒന്ന് നോക്കിയ സഹോദരങ്ങളെ, ലോകത്തിലുള്ള മിഷണറിമാരെ കുറിച്ചൊന്ന് ചിന്തിച്ച്, ഇംഗ്ലണ്ടിന്റെ സുഖ സൗകര്യങ്ങൾ വിട്ട് ഇന്ത്യയിലും ആഫ്രിക്കയിലും ചൈനയിലും മറ്റു സ്ഥലങ്ങളിലേക്കും കടന്നു പോയിട്ടുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിച്ച്, അതുപോലെ അമേരിക്കയിലെ സുഖ സൗകര്യങ്ങൾ വിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന മിഷണറിമാരെ കുറിച്ച് ചിന്തിച്ച്, മസൂരി വന്ന് രോഗബാധിതരായിട്ടുള്ള അനേകർ മരിച്ചു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെന്തിനാ കടന്നു വന്നത്? തങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും എന്നുള്ള ആഗ്രഹത്തിലാണോ, അതോ തങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ആഗ്രഹത്തിലാണോ? प्रियो, मेरा आप सोचे, अनेकों मिशनरीज इंग्लैंड से, यूएसए से हमारे देश में आए, क्या ये सोच कर रहा है कि हम उनको कुछ दे पाएंगे? ऐसा नहीं था। वे अपना देश, अपने रिश्तेदार, अपनी सुख सुविधा सब छोड़ के दुखों को, कष्टों को, वेदनाओं को सहन करने के लिए इस पृथ्वी पर हमारे देश में वो आए थे। സഹോദരന്മാരെ സഹോദരിമാരെ, ഈ നൂറ്റാണ്ടിലേക്ക് ഒന്ന് കടന്നു വന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാം, നാട്ടിൽ നിന്ന്, ദക്ഷിണേന്ത്യയിൽ നിന്നും അവിടെ നിന്നും ഒക്കെയും കടന്നു വന്നിട്ടുള്ള മിഷണറിമാര്, ദൈവദാസന്മാര്, ദാസിമാർ അവിടെ ഉണ്ട്. സ്വന്തം നാട് വിട്ട്, സ്വന്തം മാതാപിതാക്കളെ വിട്ട്, സ്വന്തം സഹോദരങ്ങളെ വിട്ട്, സുഖ സൗകര്യങ്ങളെ വിട്ട് അവർ നിങ്ങളുടെ മധ്യത്തിലേക്ക് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടുവാനോ അവിടെ ബിസിനസ് ചെയ്ത് ഉപജീവനം ചെയ്യിക്കുവാനോ ആണോ? അല്ല. അവർ കടന്നു വന്നത് എന്തെന്ന് വെച്ചാൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ സത്യത്തെ, വെളിച്ചത്തെ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയാണ്. जरा आप सोचे, दक्षिण भारत से, केरला से अनेकों मिशनरी लोग उत्तर भारत के अंदर में आए, अपने जीवन को उन्होंने समर्पित किया सालों पहले आगे। क्या उत्तर भारत के अंदर में वो कुछ कामकाज करने के लिए या धंधा करने के लिए आए थे? नहीं। उनको जो प्रभु ने सत्य बताया था, उस सत्य को आप तक पहुंचाने के लिए उन्होंने अपने जीवन को समर्पित किया। സഹോദരന്മാരെ സഹോദരിമാരെ, അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യണം. यही अर्थ है प्रियो जो हमने पढ़ा है, जो तुम चाहते हो कि दूसरे तुम्हारे लिए करे, वैसा ही तुम दूसरों के लिए करो। നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് കടന്നു പോകാം. 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. प्रियो, हम आगे की ओर देखिए, 13-14 आयत में लिखा है, सकेत फाटक से प्रवेश करो, क्योंकि चौड़ा है वह फाटक और सरल है वह मार्ग जो विनाश को पहुंचाता है, और बहुत से हैं जो उससे प्रवेश करते हैं। क्योंकि सकेत है वह फाटक, कठिन है वह मार्ग जो जीवन को पहुंचाता है, और थोड़े हैं जो उसे पाते हैं। ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. अति श्रेष्ठ जीवन के लिए प्रभु ने मुझे आपको बुलाया है। प्रियो, ये सत्य मेरा आप जानते हैं। ദൈവ സാന്നിധ്യത്തിലുള്ള ഒരു വാസമാണ് ക്രിസ്തീയ ജീവിതമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. परमेश्वर की उपस्थिति में जीना ही मसीह जीवन है, हमको मालूम है। ഈ ലോകത്തിൽ നാം തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠമേറിയ ജീവിതം പിന്നീട് ഒരിക്കലും അവസാനിക്കത്തില്ല. മരണം കൊണ്ട് അവസാനിക്കത്തില്ല. അതൊരു പുതിയ അനുഭവത്തിലേക്ക് മാറുകയുള്ളൂ, നിത്യതയിലേക്ക് മാറുകയുള്ളൂ എന്നുള്ള സത്യം നമുക്ക് നന്നായിട്ട് അറിയാം.
ये सत्य मुझे और आपको मालूम है, ये जीवन जो हमने प्रभु के साथ में शुरू किया, इसका कोई अंत नहीं है। मृत्यु भी इसका अंत नहीं है। मृत्यु के पार में अनंत जीवन के अंदर में मेरा आप उसमें प्रवेश करेंगे। ये सत्य मेरा आप जानते हैं प्रियो। എന്നാൽ ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക്, ഈ ശ്രേഷ്ഠമേറിയ ജീവിതത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. लेकिन ये श्रेष्ठ में अनुभव में जीवन में कैसे हम प्रवेश करेंगे, ये वाक्य मुझे और आपको बताता है। സഹോദരന്മാരെ, സഹോദരിമാരെ, ക്രിസ്തുവിന്റെ പിന്നാലെ, യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഒരു വ്യക്തി അനുഗമിക്കുവാനായിട്ട് ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള വഴിയാണ് കർത്താവ് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഇവിടെ. यीशु मसीह ने बताया कि यीशु मसीह के पीछे जो चलना चाहते हैं उनके लिए मार्ग क्या है, वो इन वाक्यों में देखते हैं। ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും മുമ്പിൽ ദൈവം രണ്ട് വാതിലുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ഇടുക്കമുള്ള ഒരു വാതിൽ, രണ്ട് വിശാലമായ ഒരു വാതിൽ. संसार के तमाम मानव जाति को परमेश्वर दो रास्ते दिखा रहा है, एक सकड़ा मार्ग है और एक चौड़ा मार्ग है। ആ ഇടുക്കമുള്ള വാതിലിന്റെ നേരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കൂടെ ആരും കയറിപ്പോകാറില്ല. വല്ലപ്പോഴും എങ്ങാനും ഒരാള് വളരെ ഞെരുങ്ങി ബുദ്ധിമുട്ടിലൂടെ അതിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. उस सकड़े मार्ग से मेरा आप देखें, बहुत ही कम लोग उसमें से प्रवेश करते हैं। वर्षों के अंदर कोई व्यक्ति उसमें से प्रवेश करने का प्रयत्न करता है। എന്നാൽ വിശാലമായ ബ്രോഡ് ഗേറ്റിലേക്ക് നോക്കുമ്പോൾ, വിശാലമായ വാതിലിലേക്ക് നോക്കുമ്പോൾ അവിടെ വലിയ തിരക്കാണ്. അനേകര് കയറി പോകുന്നത് കാണാം. വലിയ ബലവാന്മാര്, വിദ്യാഭ്യാസമുള്ളവർ, ലോകമഹിമയുള്ളവർ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ കൂട്ടം അതിലേ പോകുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. लेकिन जो मार्ग विशाल है प्रिय, हम देखते हैं रोजाना हजारों लोग, बड़े बड़े धनपति, करोड़पति लोग अंधों की तरह उस मार्ग से प्रवेश करते जाते हैं। കർത്താവ് അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, രണ്ട് വാതിലിന്റെയും മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇടുക്കമുള്ള വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ജീവന്റെ വാതിലെന്ന്. എന്നാൽ വിശാലമായ വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു നാശത്തിന്റെ വാതിലെന്ന്. प्रभु यीशु मसीह ने दोनों जो रास्ते हैं उनके बारे में ऊपर लिख के रखा है। सकड़ा मार्ग है जिसमें थोड़े से प्रवेश करेंगे, और चौड़ा मार्ग है जिसमें से बहुत से प्रवेश करेंगे। സഹോദര സഹോദരി, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ഏത് വാതിലായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? मैं आपसे पूछना चाहता हूं, इन दोनों में से कौन से फाटक को आप चुनोगे? ഇതിൽ ഏത് വാതിലാണ് നിങ്ങളെ ആകർഷിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക. मैं आपसे पूछना चाहता हूं, कौन सा फाटक है जो आपको अपनी ओर आकर्षित करता है? ഇതിൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെ നിങ്ങൾ കടന്നേ മതിയാകൂ. इनमें से दोनों में से एक रास्ते को, एक फाटक को मुझे आपको चुनना ही पड़ेगा। അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഇതിൽ ഒരു വാതിലിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. हम देखते हैं कि जाने अनजाने अनेक लोग इस तरह दोनों रास्तों में से, फाटकों में से एक में से प्रवेश कर रहे हैं। ഇടുങ്ങിയ വാതിലിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ ആകർഷിക്കുന്നതായിട്ടുള്ള യാതൊന്നും അവിടെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുവാൻ കഴിയുകയില്ല. सकेट फाटक में मुझे आपको आकर्षित करने के लिए बाहर कुछ भी नहीं है प्रियो। ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ളവരാരും ആ വാതിലിലൂടെ കയറുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. आपको कोई और जो आप परिचित है उनको भी नहीं देखोगे कि इसमें से कोई प्रवेश कर रहा है। ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളോ വിദ്യാഭ്യാസമുള്ളവരോ നിങ്ങൾ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരോ അതിലൂടെ കയറുന്നതായിട്ട് ഒരുപക്ഷെ നിങ്ങൾ കാണുന്നില്ലായിരിക്കാം. मेरा आप जिन लोगों से परिचित है, बड़े बड़े लोग हैं, उनमें से कोई व्यक्ति इसमें से प्रवेश नहीं कर रहा है। നിങ്ങൾ നോക്കുമ്പോൾ ആ വിശാലമായ വാതിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ അതിലേക്കൂടെ കയറുന്നത് കാണാം, നാട്ടുകാർ അതിലേക്കൂടെ കയറുന്നത് കാണാം. ഈ ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ, ജ്ഞാനമുള്ള വ്യക്തികൾ, അവരൊക്കെ അതിലൂടെ ഈസിയായിട്ട് കയറി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. उस फाटक में से हमारे अनेकों परिचित लोग, मित्र लोग, संबंधी लोग उसमें से प्रवेश कर रहे हैं रोजाना में, और आप देख रहे हैं। പക്ഷെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ ഇടുക്കുവാതിലൂടെ കടന്നാൽ നിങ്ങൾ അവസാനം എത്തുന്നത് ശ്രേഷ്ഠമേറിയ വിശാലതയിലേക്കായിരിക്കും, ജീവനിലേക്കായിരിക്കും. എന്നാൽ വിശാലമായ വാതിലിലൂടെ നിങ്ങൾ കടക്കുകയാണെങ്കിൽ അതിന്റെ അവസാനം എത്തുന്നത് നാശത്തിലായിരിക്കും. लेकिन यीशु मसीह कह रहे हैं, सकेट फाटक में से तुम प्रवेश करोगे तो जीवन को पहुंचाएगा, चौड़े फाटक से प्रवेश करेगा तो विनाश को पहुंचा देगा। സഹോദരന്മാരെ സഹോദരിമാരെ, ഇതിൽ ഏത് വാതിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? प्रियो, मैं आपसे पूछना चाहता हूं, कौन सा फाटक आप चुनोगे?
നിങ്ങൾ വിശാലമായ വാതിലാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ലോകം നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾ ബഹുമാനിക്കുന്നവർ നിങ്ങളുടെ കൂടെ നിൽക്കും, ലോകം നിങ്ങളെ അംഗീകരിക്കും. अगर आप चौड़े फाटक को चुनोगे तो तुम्हारे मित्र लोग, तुम्हारे संबंधी लोग सब प्रसन्न होंगे, कोई समस्या नहीं होगी. നിങ്ങൾക്ക് വിശാലമായിട്ട് അതിലേക്കൂടെ കടന്നു പോകാം, നിങ്ങൾക്ക് ഒന്നും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരത്തില്ല. ഇപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് അതിനകത്തൂടെ ഈസി ആയിട്ട് കടന്നു പോകാം. अभी जैसे है आप वैसे ही आराम से उसमें से प्रवेश करते हैं, कोई समस्या नहीं होगी. എന്നാൽ ഇടുക്കമുള്ള വാതിലിലൂടെ കടക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരാലും ത്യജിക്കപ്പെടും, എല്ലാവരും നിങ്ങളെ തള്ളിക്കളയും, നിങ്ങളെ പുച്ഛിക്കും, നിങ്ങളെ നിന്ദിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് വേണം അതിനകത്തൂടെ കയറാൻ. लेकिन अगर सकेट फाटक से प्रवेश करेंगे, लोग हमारी निंदा करेंगे, हमको बहुत कुछ त्यागना पड़ेगा जीवन के अंदर में. പലരും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ഇടുങ്ങിയ വാതിലൂടെ കടക്കുന്നത്? നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, നിങ്ങളെക്കാൾ മാന്യതയുള്ളവർ, നിങ്ങളെക്കാൾ കുടുംബ മഹിമയുള്ളവർ, നിങ്ങളെക്കാൾ കൂടുതൽ ലോകപരിചയമുള്ളവർ ആ വഴി ഉപേക്ഷിച്ചല്ലോ, അതിലേക്കൂടെ പോകുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനകത്തൂടെ കടക്കുന്നതെന്ന് അവർ നിങ്ങളോട് ചോദിക്കും. बहुत से लोग मुझे आपसे पूछेंगे, क्यों तुम इस फाटक से प्रवेश कर रहे हो? कितने पढ़े लिखे लोग, कितने अच्छे अच्छे लोग इस रास्ते प्रवेश नहीं कर रहे, फिर क्यों तुम इस रास्ते से जा रहे हो? हमसे लोग पूछेंगे. സഹോദര സഹോദരി, നീ ഇടുങ്ങിയ വാതിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. प्रियो, मैं आपसे कहना चाहता हूँ, सकेट फाटक से प्रवेश करना इतना आसान नहीं है. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. അനേകര് ജീവങ്കിലേക്ക് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്ര എന്ന് എഴുതിയിരിക്കുന്നു. इसलिए वहां स्पष्ट रूप से यीशु मसीह ने कहा है, जो चौड़े फाटक से प्रवेश करते हैं वे बहुत हैं जो विनाश को पहुंचाता है, लेकिन जो सकेट फाटक से प्रवेश करते हैं वे कठिनाई से प्रवेश करते हैं, वो जीवन का प्राप्त करते हैं, लेकिन वे थोड़े से हैं. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങളുടെ രണ്ട് തോളിലും രണ്ട് ബാഗുകൾ തൂക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ, കയ്യിൽ രണ്ട് ബ്രീഫ് കേസ് ഉണ്ടെന്ന് വെച്ചോ, തലയിൽ ഒരു ചുമടുണ്ടെന്ന് വെച്ചോ, ഇതെല്ലാം കൂടെ വഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഇടുങ്ങിയ വാതിലിനകത്തൂടെ കയറാൻ പറ്റുമോ? मैं आपसे पूछना चाहता हूँ प्रियो, पीठ के ऊपर में 2 बैग लटका के, हाथ में जो सूटकेस रख के, सर के ऊपर भी एक बोझ रख के, क्या मेरा आप उस सकेट फाटक में से प्रवेश कर सकते हो क्या? मैं आपसे पूछ रहा हूँ. നമ്മുടെ മുമ്പിൽ ആ ഇടുങ്ങിയ വാതിലുണ്ട്. ഇടുങ്ങിയ വാതിൽ രക്ഷയുടെ വാതിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അതിന്റെ അവസാനം നന്മ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ, സഹോദര സഹോദരി, അതിലൂടെ കടക്കുന്നതിന് മുമ്പ് നീ നിന്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. मेरा आप जब इस सत्य को जान जाते हैं कि ये सकड़ा फाटक भी उनको पहुंचाता है, तो मेरा आप निर्णय कर लेंगे पहले से, मुझे आपको कैसे इसमें से प्रवेश करना है. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത, നമ്മുടെ ജീവിതത്തിന് പ്രയോജനമില്ലാത്ത പലതും നാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ആ ഇടുങ്ങിയ വാതിലൂടെ നമുക്ക് കടക്കുവാനായിട്ട് കഴിയൂ. मेरे आपके जीवन में बहुत सी बातें जो मुझे आपको जरूरत नहीं है, उसकी उपेक्षा करके ही प्रियो मेरा आप उसमें से प्रवेश कर सकते हैं. നമ്മുടെ കർത്താവിന്റെ വചനത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവന്റെ വാതിലൂടെ പോകുന്നതിന് തടസ്സമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെ ഉപേക്ഷിക്കണമെന്നും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. परमेश्वर के वचन में से मेरा आप सीख सकते हैं, मेरे आपके भीतर के मनुष्यत्व के अंदर में इस सकेट फाटक से प्रवेश करने के लिए कितनी बातों को छोड़ना है, उसकी उपेक्षा करना है. സഹോദര സഹോദരി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നമ്മുടെ ചില ബന്ധങ്ങൾ, ചേരരുതാത്ത ചില സ്വഭാവ വിശേഷങ്ങൾ, ചിലതിനോടുള്ള അമിതമായ ആസക്തി, ചിലതിനോടുള്ള താല്പര്യങ്ങൾ, ഇതൊക്കെയും നമ്മുടെ ശരീരത്തിന്റെ മേൽ നാം വെച്ചിരിക്കുന്ന ബാഗുകളും ബ്രീഫ് കേസുകളുമാണ് എന്ന് നമ്മൾ ഓർക്കുക. मेरा आपके जीवन के अंदर बहुत से ऐसे संबंध, बहुत से ऐसे बातें हैं जो मेरा बोझ की तरह पीठ के ऊपर में हाथों में लेके फिरते हैं इस संसार के अंदर में. എന്തുകൊണ്ടാണെന്നറിയാമോ നമുക്ക് മുന്നോട്ട് നടക്കുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണെന്നറിയാമോ? പുറകിൽ നിന്ന് എന്തോ നമ്മളെ വലിക്കുന്നത് പോലെയുള്ള, ചെയിൻ കൊണ്ട് വലിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? प्रियो, मेरा आप सोचे कई बार मेरा आप आगे बढ़ना चाहते हैं, लेकिन पीछे की ओर बहुत सी बातें मुझे आपको खींचती रहती है. क्या है वो बातें? क्या मेरा आप जानते हैं?
സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നാം കഴിക്കുന്ന ചില വിഷയങ്ങൾ, അല്ലെങ്കിൽ നാം അനുഗമിക്കുന്ന ചില വിഷയങ്ങൾ, നാം താല്പര്യപ്പെടുന്ന ചില വിഷയങ്ങൾ, ചില മോഹങ്ങൾ, ചില ചിന്തകൾ നമ്മളെ ഈ ലോകത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. मेरा आपके जीवन में बहुत सी ऐसी बातें, बहुत सी ऐसी चिंताएं, बहुत से ऐसे स्वभाव की बातें हैं जो मुझे आपको हमेशा पीछे की ओर धकेलती है। കർത്താവിന്റെ വചനത്തിൽ 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന്, പക്ഷേ നമ്മുടെ സ്നേഹം ലോകത്തോടും ലോകത്തിലുള്ളതിനോടുമാണ്. हम देखते हैं पहला यूहन्ना 2 अध्याय के अंदर में हम देखते हैं जो संसार की वस्तुओं से प्रेम करता है उसको परमेश्वर से प्रेम नहीं है। നമ്മുടെ കർത്താവിന്റെ വചനം പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അകത്തും പുറത്തും ഒരുപോലെ പാപം നിറഞ്ഞു നിൽക്കുകയാണ്. प्रभु का वचन कहता है जो पाप करता है वो शरीर मृत्यु की ओर जाएगा। मेरे आपके भीतर के मनुष्यत्व में, बाहर के मनुष्यत्व में बहुत से ऐसे पाप हैं। കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കരുത്, വരുവാനുള്ളതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്ന്. പക്ഷേ നമ്മുടെ ചിന്ത നമുക്ക് ഈ ലോകത്തിൽ എങ്ങനെ വലിയവനാകാം, വലിയവളാകാം എന്നുള്ള ആഗ്രഹം. प्रभु का वचन कहता है तुम इस संसार की चिंता मत करो, आने वाला जो जीवन है उसकी चिंता करो। लेकिन मेरा आप सोचते हैं संसार में कैसे मेरा आप बैठ जाए, संसार में कैसे हम आशीष प्राप्त करें। കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുമെന്ന്. പക്ഷെ ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ നമ്മൾ അനുദിനം ജീവിച്ചു കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ. प्रभु का वचन कहता है संसार उसकी अभिलाषाएं दोनों मिटते जाते हैं, लेकिन कई बार मेरा आप जो मिटते जाते हैं उसी को लेके संसार में चल रहे फिर रहे हैं। സഹോദരങ്ങളെ, അങ്ങനെ ജീവിതത്തിൽ ചുറ്റുപാട് നോക്കിയാൽ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഇടപാടുകളിലും ഓരോ മണിക്കൂറുകളിലും നാം ചെയ്യുന്ന പലതും ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ. मेरा आप सुबह उठते हैं, रात को सोते हैं, उससे पहले कि इतने समय के अंदर में ऐसी बहुत सी बातें होती हैं जो प्रभु के वचन के खिलाफ है। प्रियो, ഇന്നത്തെ രാത്രി നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ആ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാതെ എനിക്ക് ജീവങ്കിലേക്ക് വരുവാൻ കഴിയുകയില്ലെന്ന് അറിയുന്നു. അതിലൂടെ കടക്കുവാൻ എൻ്റെ ജീവിതത്തിൽ വലിപ്പമായി ഭാരമായി നിൽക്കുന്നതിനെയൊക്കെയും മാറ്റുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. मेरा आप आज रात को प्रभु से कहे, प्रभु बहुत सी ऐसी बातें हैं जो मुझे इस सकेट फाटक से प्रवेश करने से रोक रही है। प्रभु उन तमाम बातों को मेरे जीवन से आप दूर कर दो। വിശാലമായ വഴിയിലൂടെ കടക്കുന്നതിന് ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ ഏത് മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചാലും മതി, വിശാലമായ വാതിലൂടെ നമുക്ക് കടന്നു പോവാം. चौड़े फाटक से प्रवेश करने वालों को कुछ भी छोड़ना नहीं है, किसी चीज की उपेक्षा नहीं करनी है, स्वभाव में जीवन में कोई परिवर्तन लेके नहीं आना है, जैसे है वैसे चलते रहो। സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ലോകത്തിലുള്ള നിങ്ങളുടെ കൂട്ടുകാരെയോ നിന്റെ വീട്ടുകാരെയോ നിങ്ങളുടെ നാട്ടുകാരെയോ ചാർച്ചക്കാരെയോ നിങ്ങൾ അനുഗമിക്കുകയാണ്, അവരുടെ ജീവിത രീതി അനുഗമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഇടുങ്ങിയ വാതിലൂടെ കടക്കുവാൻ കഴിയുകയില്ല. मैं आपसे कहना चाहता हूँ प्रियो, हमारे संबंधी, हमारे मित्र, हमारे रिश्तेदार उनके पक्षों पे चलेंगे तो मेरा आप कभी भी सकेट फाटक से प्रवेश नहीं कर सकते हैं। ഇടുങ്ങിയ വാതിലിലൂടെ ആദ്യം കടന്നുപോയ വ്യക്തി യേശു കർത്താവാണ്. അതിന്റെ പിന്നാലെ ആ ഇടുങ്ങിയ വാതിലിലൂടെ ഓരോരുത്തരായി കടന്നു പോകുന്നത് അപ്പോസ്തലന്മാരാണ്. കാലാകാലങ്ങളിലേക്ക് നോക്കിയാൽ അനേക ഭക്തകള് തങ്ങൾക്കുള്ളതൊക്കെ വിട്ടിട്ട് ആ ഇടുങ്ങിയ വഴിയിലൂടെ ഓരോരുത്തരായി കടന്നുപോയി. सकेट फाटक से प्रवेश करने वाला पहला व्यक्ति कोई और नहीं है, मेरे रात का परमेश्वर उद्धार करता प्रभु यीशु मसीह है। उसके बाद यीशु मसीह के द्वारा चुने गए वे 12 शिष्य है और अन्य चेले है, और इतनी शताब्दी से उसके पक्षों पे चल रहे वो विश्वासियों का एक बहुत बड़ा समूह है। प्रियो, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കേൾക്കണമേ സഹോദരങ്ങളെ. വിശാലമായ വാതിലിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തരുടെ കൈ പിടിച്ച് തുള്ളിച്ചാടി സന്തോഷിച്ച് നമുക്ക് പോകാൻ പറ്റും. अगर हम चौड़े मार्ग से चलना चाहते हैं तो दोनों हाथों में कुछ लोगों को लेके, दाहिने बाएं हाथों में लोगों को लेके उनके साथ में खेलते कूदते चल सकते हैं। प्रियो, എന്നാൽ ഇടുങ്ങിയ വാതിലൂടെ കടക്കണമെങ്കിൽ ഓരോരുത്തരായി മാത്രമേ കടക്കാൻ പറ്റൂ. നീ മാത്രമേ പോകാൻ പറ്റൂ. നിനക്ക് നിന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, മക്കളെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. യു ഹാവ് ടു വോക്ക് ദാറ്റ് പാത്ത് എലോൺ. जीवन में समझना है कि अगर
मेरा आप सकेट फाटक से प्रवेश करना चाहते हैं तो ये व्यक्तिगत है। एक पति पत्नी को नहीं लेके जा सकता है, पत्नी पत्नी को लेके उस फाटक से प्रवेश नहीं कर सकता है। നമ്മുടെ രക്ഷ വ്യക്തിപരമാണ്, രക്ഷ വ്യക്തിപരമാണ്. ആ ഇടുങ്ങിയ വഴിയിലൂടെ നാം കടക്കണമെങ്കിൽ നാം ഒറ്റയ്ക്ക് ആ വഴിയിലൂടെ കടക്കണം. ഭർത്താവ് കൂടെ കാണില്ല, ഭാര്യ കൂടെ കാണില്ല, അപ്പൻ കൂടെ കാണില്ല, അമ്മ കൂടെ കാണില്ല, മക്കള് കൂടെ കാണില്ല. ഒറ്റയ്ക്ക് പോയിട്ട് നാം മറ്റുള്ളവരോട് പറയണം, എന്റെ പിന്നാലെ പിന്നാലെ വരാൻ. इसलिए मुझे आपको चलना है, जीना है, दूसरों से कहना है कि ये रास्ता व्यक्तिगत है। हम भी व्यक्तिगत रूप से प्रवेश करेंगे, हमारे पीछे आने वाले भी व्यक्तिगत रूप से ही इसमें प्रवेश कर सकते हैं, हमें उन्हें बताना है। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. इसीलिए संत पौलुस पहले कोरिन्थियों 11 अध्याय के अंदर कहता है, जैसे मैं परमेश्वर का अनुयायी हूं, उसकी चाल चलता वैसे ही तुम भी मेरी सी चाल चलो। എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പോയ പാതയിലൂടെ കർത്താവിന്റെ പിന്നാലെ ഞാൻ പോകുന്നു, നിങ്ങൾ എന്റെ പിന്നാലെ ഓരോരുത്തരായി ഈ വഴിയിലൂടെ വരാനാ പറഞ്ഞത്. पौलुस कहना चाहता है, यीशु मसीह के पदचिन्हों पे मैं चल रहा हूं और बाद में तुम भी मेरे पीछे इसी पदचिन्हों पे मार्ग पे चलते चलते रहो। സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രേഷ്ഠമേറിയ ക്രിസ്തീയ ജീവിതമാണിത്. ഇത് ശ്രേഷ്ഠമേറിയ സൗഭാഗ്യ ജീവിതമാണ്. മുന്നിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ ക്രിസ്തു പോയിരിക്കുന്നു, അതിന്റെ പിന്നാലെ ശ്രേഷ്ഠരായ ഭക്തന്മാർ നടന്നു പോയിരിക്കുന്നു. അവരുടെ പിന്നാലെയാണ് നമ്മൾ ഓരോ ദിവസവും ഇടുങ്ങിയ വാതിലൂടെ നടന്നു പോകുന്നത്. प्रियो, मैं कहना चाहता हूँ, ये सबसे श्रेष्ठ में धन्य अनुग्रहकारी रास्ता है। यीशु मसीह चल दिए, उसके पीछे उसके अनुयायी चल दिए। आज मेरे आपके पास मौका है कि मेरा भी इस पदचिन्हों पे चल दे। മനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്ക്, ക്രൂശെടുക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിക്ക്, കഷ്ടതയെ കണ്ട് സന്തോഷിപ്പാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഈ വഴിയിലൂടെ പോവുക എളുപ്പമല്ല സഹോദരങ്ങളെ. इसका मन फिराव नहीं हुआ है, जो क्रूस उठा के नहीं चलना चाहता है, दुख कष्ट उठा के नहीं चलना चाहता है, वो कभी भी इस संकड़े फाटक से प्रवेश नहीं कर सकता है। വിശാലമായ വാതിലിലൂടെയും വഴിയിലൂടെയും പോകുന്നവർക്ക് രണ്ടു വശങ്ങളിലും നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് ഉല്ലസിച്ചു പോകുവാൻ കഴിയും. അവർ നടന്നു പോകുന്ന റോഡൊക്കെയും ടാറിട്ട് അല്ലെങ്കിൽ റോസാ പുഷ്പമിട്ട് മൂടിയിരിക്കുന്ന വഴിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് അവർക്ക് സുഖകരമായ യാത്രയാണെന്ന് തോന്നും. चौड़े फाटक से प्रवेश करने वाले आसानी से चलते फिरते हैं, उनकी जो रास्ता है, सड़क है, बिल्कुल साफ सुथरा है, बिल्कुल फूलों से भरा हुआ है, कोई कांटे नहीं, कोई समस्या नहीं, हंसते हंसते उस पे चलते चलते जाते हैं वे। പക്ഷേ കർത്താവ് പറയുന്നു, ആ വഴി നാശത്തിന്റെ വഴിയാണ്, അത് അവസാനിക്കുന്നത് നാശത്തിലും നരകത്തിലുമാണ്. लेकिन यीशु मसीह ने कहा वो मनुष्य के लिए विनाश का रास्ता है, उसका अंत कहाँ है? नरक है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇഫ് യു ആർ ബുദ്ധിപരമായ തീരുമാനമാണ് നീ എടുക്കുന്നതെങ്കിൽ, ദൈവവചനപ്രകാരമുള്ള തീരുമാനമാണ് നീ എടുക്കുന്നതെങ്കിൽ, ഈ ഇടുക്ക് വഴിയിലൂടെ നീ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇടുക്കുവാതിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കുറച്ചു കാലത്തെ കഷ്ടം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിന്റെ ജീവിതത്തിൽ വിശാലത കടന്നു വരും, ശ്രേഷ്ഠത കടന്നു വരും, ജീവന്റെ അനുഭവം കടന്നു വരും. मैं आपसे कहना चाहता हूँ, अगर आप ये सकरा मार्ग चुनोगे तो कुछ समय का दर्द है, कुछ समय की वेदना है, लेकिन उसके बाद का जीवन अनंत काल का अनुग्रह है प्रियो हमारे लिए। യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. इसलिए यूहन्ना रचित सुसमाचार 10वें अध्याय के 9वीं आयत के अंदर यीशु मसीह कहते हैं, द्वार में हूं, जो मुझ पे से प्रवेश करेगा अनंत जीवन प्राप्त करेगा। അതുപോലെ തന്നെ 14-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. इसलिए यूहन्ना रचित सुसमाचार 14 के 6 आयत में यीशु मसीह ने कहा, मैं ही मार्ग सत्य जीवन हूं। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതുകൊണ്ട് നിന്റെ വഴിയെ നീ നോക്കേണ്ടത് ലോകത്തിലുള്ള മനുഷ്യരുടെ വഴി അനുഗമിച്ചല്ല. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഭക്തന്മാരുണ്ടെങ്കിൽ അവരുടെ വഴിയെ നീ അനുഗമിക്കുക. നിന്റെ കൂടെ അതേ വഴിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കൈ കോർത്ത് പിടിച്ച് അവരോട് കൂട്ടായ്മ ആചരിച്ച് ജീവന്റെ വഴിയിലൂടെ മുന്നോട്ട് നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. मैं आपसे कहना चाहता हूं, प्रियो, नाशवान अवस्था में जा रहे उन लोगों के साथ मेरा अपना चले। जो लोग संकड़े फाटक से प्रवेश करते हैं उसके साथ चले। जो हमारे साथ में इस संसार में प्रभु के रास्ते पे चल रहे, उनके साथ चलने का मेरा प्रयत्न करे प्रियो।
ഒരു ദിവസം നമ്മുടെ ജീവിതം അവസാനിക്കും. അത് ഇന്നാണോ നാളെയാണോ എന്നറിയുകയില്ല. ആ നിമിഷം നമ്മൾ തിരിച്ചറിയും നമ്മൾ ഏത് വാതിലിലൂടെ യാത്ര ചെയ്യുന്നവരായിരുന്നുവെന്ന്. मेरा आपका अंत कहाँ होगा, कब होगा, मुझे और आपको मालूम नहीं है, लेकिन अंत होगा तब हमको पता चलेगा हम किस रास्ते से प्रवेश कर रहे थे। 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു. मत्ती रचित सुसमाचार 7:15 में लिखा है, झूठे भविष्यवक्ताओं से सावधान रहे जो भेड़ के वेश में तुम्हारे पास आते हैं, परंतु अंत में फाड़ने वाले भेड़िए हैं। കള്ളപ്രവാചകന്മാരുടെ പ്രത്യേകത എന്തെന്നറിയാമോ സഹോദരങ്ങളെ? ഈ ഇടുക്ക് വാതിലിനെ കുറിച്ചും വിശാലമായ വാതിലിനെ കുറിച്ചും അവർ പറഞ്ഞു തരത്തില്ല. जो झूठे भविष्यवक्ता है उनकी विशेषता क्या मालूम है? वे ना तो चौड़े फाटक के बारे में ना सकड़े फाटक के बारे में कुछ बोलते हैं, बताते हैं लोगों को। അവരുടെ ജീവിതം കണ്ടു കഴിയുമ്പോൾ അവരുടെ പിന്നാലെ പോകുമ്പോൾ അതിനകത്ത് ഇടുക്കമെന്ന് പറയുന്നതോ നാരോ എന്ന് പറയുന്നതോ ഒന്നുമില്ല. അവർ വിശാലമായ വഴിയിലൂടെ കടന്നു പോകുന്നവരാണ്. उनके जीवन को मेरा आप देखेंगे तो उनके जीवन के अंदर में सकड़ा फाटक नाम का कोई भी वस्तु है ही नहीं है। विशाल रास्ते से वे प्रवेश करते जा रहे हैं। അവർ ഈ ലോകത്തിലെ സുഖങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കും, അവർ ഈ ലോകത്തിലെ സമൃദ്ധിയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കും, അവർ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം സംസാരിക്കും. അവരുടെ വാക്കുകളിൽ ക്രൂശ് എന്നൊരു വാക്കില്ല, അവരുടെ വാക്കുകളിൽ മാനസാന്തരം എന്നൊരു വാക്കില്ല, അവരുടെ വാക്കുകളിൽ ന്യായവിധി എന്നൊരു വാക്കില്ല, ദൈവകോപം എന്നൊരു വാക്കില്ല. उनके जीवन के अंदर में हमेशा जो बातें आएगी संसार के अनुग्रह की बातें आएगी, उन्नति के बारे में, अनुग्रह के बारे में, आशीषों के बातें आएंगी। कभी भी उनके मुंह से क्रूस के बारे में, दुख कष्ट वेदना के बारे में कभी कोई बात आएगी नहीं प्रियो। അവരുടെ വേഷം എന്താണെന്നറിയാമോ? അവരുടെ വേഷം ആടുകളുടെ വേഷമാണ്. उनका बाहर का रूप कैसा है? भेड़ों के समान दिखते हैं वे। എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ ആടുകളുടെ വേഷം എടുത്തുകൊണ്ട് ആടുകളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് നമ്മളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ്. भेड़ों का रूप लेके, भेष लेके, पहनावा लेके क्यों हमारे पास आते हैं? ताकि भेड़ों को धोखा दे। നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് പറയുന്നത് പോലെ അവരും പറയുന്നു യേശുവിനെ കർത്താവെന്ന് പറയുന്നു. നിങ്ങൾ ഇട്ടിരിക്കുന്ന അതേ വേഷം, നിങ്ങൾ പറയുന്ന അതേ ഭാഷയിലുള്ള പാട്ടുകൾ, അതേ ഭാഷയിലുള്ള ഹല്ലേലൂയ സ്തോത്രം, ഇതെല്ലാം അവരുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അതേ വേഷം തന്നെയാണ് അവരുടെ വേഷവും. जैसे हमारे पास में बाइबल है, जैसे हम संसार में चल रहे जी रहे हैं, जैसे हम प्रभु को धन्यवाद करते आराधना करते हैं, वैसे ही ये झूठे भविष्यवक्ता भी भेड़ों का वेश लेके हमारे समान दिखते हैं। പക്ഷേ കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അകമയോ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. लेकिन लिखा है वे, लेकिन भीतर से कैसे हैं? वो भेड़ियों के समान है जो फाड़ देते हैं भेड़ों को। നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ആടുകളുടെ കൂട്ടത്തിൽ ഒരു ആടിന്റെ വേഷമിട്ട് ചെന്നായി അകത്ത് വരുന്നത് ആടുകളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണോ, അതോ തരം കിട്ടിയാൽ അതിലെ ഒന്നിനെ കടിച്ചെടുത്തുകൊണ്ട് പുറത്ത് ചാടുന്നതിന് വേണ്ടിയാണോ? मैं आपसे पूछना चाहता हूँ, एक भेड़िया भेड़ का वेश रखकर मेरे राब के साथ भेड़ बन के जिएगा तो क्या वो अनुग्रह देने के लिए जी रहा है या हमें फाड़ के खाने के लिए आ रहा है? ഈ നാളുകളിൽ നിങ്ങൾ കടന്നു പോകുന്ന അനേക മീറ്റിങ്ങുകളെ, ക്രൂസേഡുകളെ, കൺവെൻഷനുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. വലിയ 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 ഓഫറുകൾ അവർ പറയും, വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നെന്ന് പറയും. അവസാനം പറയും നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് ഇവിടെ തന്നിട്ട് പോകാൻ പറയും, അല്ലെങ്കിൽ ഈ കാണുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പൈസ അയക്കാനായിട്ട് അവർ പറയും. हम देखें जो बड़े बड़े मीटिंग इन दिनों हो रहे हैं जहां लोग हजारों की संख्या, लाखों की संख्या में इकट्ठे होते हैं, वे ऐसी ही बातें बोलते हैं, प्रभु तुमको आशीष अनुग्रह देने जा रहा है, और आखिर के अंदर तुम्हारे जेब के अंदर जो पैसा है वो भी वो लोग लेके चले जाते हैं। നിങ്ങളോട് ചോദിക്കത്തില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചതാണോ, കഴിഞ്ഞ ആഴ്ചത്തെ റേഷൻ വാങ്ങിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കറണ്ട് ചാർജ് കൊടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ വീടിന്റെ വാടക കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നും അവർക്ക് ആവശ്യമില്ല. നിങ്ങളിൽ നിന്ന് എന്തവർക്ക് കടിച്ചു കീറി തിന്നുവാനായിട്ട് പറ്റുമോ അതിന്റെ അവസാനത്തെ പൈസയും അവർ പിടുങ്ങിയെടുക്കും. कभी तुमसे नहीं पूछेंगे तुम्हारे घर में राशन है क्या, पिछले दिनों तुमने अच्छा खाया है क्या, तुम्हारी आवश्यकताओं की पूर्ति हुई है क्या, तुम कैसे जी रहे हो, कुछ नहीं पूछेंगे। जो हमारे पास है उसको भी छीन के भेड़िए के समान हमारा नुकसान करते हैं और कुछ नहीं है वे लोग। സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കരുതരുത് ഞാൻ എന്റെ വാക്കുകൾ ഉപയോഗിച്ചാണ് ഇത് സംസാരിക്കുന്നത്.
मैं जब ये बातें बोल रहा हूं तो आप ये ना सोचे कि मैं अपनी तरफ से कुछ बोल रहा हूं, तुम्हारे सामने रख रहा हूं ये बातें। 16-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിച്ചു നോക്കിയേ. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? 16 आयत में लिखा, उनके फलों से तुमने पहचान लोगे। क्या लोग झाड़ियों से अंगूर या ऊंट कटारों से अंजीर तोड़ते हैं क्या? ഇത്തരം വാക്കുകൾ പ്രസംഗിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. അവരുടെ വേഷം കണ്ടാൽ യേശുവിന്റെ വേഷമാണെന്ന് നിങ്ങൾക്ക് തോന്നുമോ? അപ്പോസ്തലന്മാരുടെ വേഷമാണെന്ന് നിങ്ങൾക്ക് തോന്നുമോ? ऐसी बातें बोलने वाले जो है उनको हम जरा देखें, क्या यीशु मसीह के समान वो दिखते हैं क्या? क्या वो प्रेरितों के समान उनका स्वभाव जीवन है क्या? അവരുടെ ജീവിത രീതികളൊന്ന് നോക്കിക്കേ. അവരുടെ ജീവിത ശൈലികളൊന്ന് നോക്കിക്കേ. അവരുടെ വേഷഭൂഷാദികളൊന്ന് നോക്കിക്കേ. അവരുടെ ആഹാര രീതികളൊന്ന് നോക്കിക്കേ. അതൊക്കെയും വലിയ വലിയ കമ്പനികളുടെ സിഇഒമാരെ പോലെ, മാനേജിംഗ് ഡയറക്ടേഴ്സിനെ പോലെ, ചെയർമാൻമാരെ പോലെ, അല്ലെങ്കിൽ വലിയ ഹൈ ക്ലാസ് പൊളിറ്റീഷ്യൻസ്മാരെ പോലെ അല്ലേ അവർ ജീവിക്കുന്നത്? उनका जीवन देखिए, उनके रीति देखो, उनकी जीवन शैली को देखिए, उनका खान पान देखिए, उनका पहनावा देखिए, उनके जीवन के हर एक कार्य को देखिए। संसार के जो बड़े बड़े लोग है, सीईओ है, बड़े अधिकारी है, उनके समान वो लोग जीते हैं संसार में। കഴുതയുടെ മേൽ യാത്ര ചെയ്ത യേശു കർത്താവിന്റെ വാഹനമാണോ ഇന്ന് അവർ ഉപയോഗിക്കുന്നത്? അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ അടുക്കിലേക്ക് പോകുവാൻ പോലും നമ്മളിൽ പലർക്കും കഴിയത്തില്ല. यीशु मसीह जिन्होंने गधे के ऊपर में बैठ के यात्रा किया, क्या ये लोग ऐसे यात्रा करते हैं क्या? ये लोग जिन वाहनों का इस्तेमाल करते हैं उसके आसपास भी मेरा आप नहीं जा सकते हैं। ആരാധനാലയത്തിൽ ഇരുന്നു കൊണ്ട് യാചിച്ച മനുഷ്യനോട് പത്രോസും യോഹന്നാനും പറയുന്നു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്ക എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർ നടന്ന മാതൃകയാണോ അവർ നടക്കുന്നത്? അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ കോടികൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക. पत्रोस और याकूब यूहन्ना ने कहा, सोना चांदी तो हमारे पास नहीं है, जो हमारे पास है वो हम तुझे देते, यीशु मसीह के नाम से तू चल फिर। क्या वे प्रेरितों के पक्षों पे चल रहे हैं? उनका जैसा जीवन है क्या? करोड़ों रुपए बैंक बैलेंस लेके चलते हैं, जीते हैं ये लोग। തീമോത്തിയോട് പൗലോസ് പറഞ്ഞു, തണുപ്പ് കാലം അടുത്തിരിക്കുന്നത് കൊണ്ട് നീ കടന്നു വരുമ്പോൾ എന്റെ പുസ്തകങ്ങളും എന്റെ പുതപ്പും നീ കൊണ്ടുവരണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞെങ്കിൽ, ഇന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ പേരെടുത്ത് പ്രസംഗിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. അവർക്ക് ഓരോ ദിവസവും മാറി മാറി ഇടുവാൻ സൂട്ടും കൂട്ടുമുണ്ട്. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, ആടുകളുടെ വേഷമെടുത്തവർ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന നിങ്ങളെ അനുഗ്രഹിക്കുവാനല്ല, നിങ്ങളിൽ നിന്ന് കടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. पौलुस अपने प्रिय शिष्य तीमुथियुस को कहता है, जब तू ठंड के समय आएगा तो किताबों के साथ उस ओढ़ने के लिए मेरे लिए वो कंबल भी लेके आना। लेकिन प्रियो मेरा आप देखिए, आज जो लोग सेवा करते हैं, प्रेरित बन के चल रहे हैं, जी रहे हैं, वे दिन में कितनी बार कितने तरह के कपड़े पहनते हैं, उनके रहन सहन, उनके सुख सुविधाएं क्या उनकी तरह है क्या? हम जरा उनके जीवनों को जांचे। 17-ാമത്തെ വാക്യവും പറയുന്നു, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമൊക്കെയും ആകാത്ത ഫലം കായ്ക്കുന്നു. 17 आयत में लिखा, इस प्रकार हर एक अच्छा पेड़ अच्छा फल लाता है, निकम्मा पेड़ बुरा फल ला के आता है। സഹോദര സഹോദരി, ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന ഫലം കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് പറ്റും ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയെന്ന്. एक व्यक्ति को देख के उसके फलों के द्वारा मेरा पहचान सकते हैं ये व्यक्ति कैसा व्यक्ति है। നല്ല ഫലം നല്ല വൃക്ഷത്തിൽ നിന്ന് മാത്രമേ വരൂ. മോശമായ ഫലം മോശമായ വൃക്ഷത്തിൽ നിന്നാണ് വരുന്നത്. अच्छा फल अच्छे पेड़ में से आएगा, बुरा फल बुरे पेड़ में से ही आएगा। കർത്താവ് ചോദിച്ചതുപോലെ മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം വരത്തില്ല, ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴം പറിക്കാറുമില്ല. यीशु मसीह ने कहा, झाड़ियों से अंगूर और ऊंट कटारों से अंजीर नहीं उग सकते हैं। ഒരു കർത്താവിന്റെ ദാസൻ ആരെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വഴികളിൽ കർത്താവിന്റെ ശൈലിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. एक परमेश्वर का दास कौन है? प्रभु यीशु मसीह के जीवन शैली के साथ उसकी इच्छा के अनुसार चलता जीता है। സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ ഒരാൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കണം. जीवन यात्रा में जो व्यक्ति संदेश देता है, उसके संदेश सुनने से पहले
उसके जीवन को हम देखें वह कैसा जी रहा है। അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ കാലക്രമേണ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തി പ്രസംഗിക്കുന്നത് പോലെ നിങ്ങളുമായി തീരും. ആ വ്യക്തി പോകുന്ന വാതിലിലൂടെയും വഴിയിലൂടെയും നിങ്ങളും യാത്ര ചെയ്യേണ്ടി വരും. अगर मेरा आप इस बात का ध्यान नहीं रखेंगे तो उसी व्यक्ति की तरह मेरा आप भी प्रचार करेंगे, उसी व्यक्ति की तरह मेरा आप जीने का प्रयत्न करेंगे, जिएंगे। നമ്മൾ എന്ത് കേൾക്കുന്നുവോ നമ്മൾ അങ്ങനെ ആയിത്തീരും. എന്ത് നമ്മൾ അറിയുന്നുവോ അങ്ങനെ നമ്മൾ ആകുവാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. जैसा मेरा आप सुनते हैं वैसा ही हम बोलेंगे, जैसा हम उनको देखते हैं वैसा ही बनने का हम प्रयत्न करते हैं। അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് വ്യക്തമായി നമ്മൾ ചിന്തിക്കണം, കരുതിക്കൊള്ളണം എന്ന് പറയുന്നത്. इसलिए यीशु मसीह ने कहा जब सुनते हो ध्यान से सुनो और समझो क्या सुन रहे हो। 18ാമത്തെ വാക്യത്തിൽ പറയുന്നു, നല്ല വൃക്ഷത്തിനാകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയുന്നു. 18-19 में लिखा है अच्छा पेड़ बुरा फल नहीं ला सकता, निकम्मा पेड़ अच्छा फल नहीं ला सकता। जो पेड़ अच्छा फल नहीं लेके आते काट दिया जाएगा, आग में डाल दिया जाएगा। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് അനേക വഴികളിലൂടെ ദൈവവചനം കേൾക്കുവാനായിട്ട് കഴിയും. അനേക ഇടങ്ങളിലൂടെ ഹല്ലേലൂയ ദൈവജനത്തിന്റെ കൂട്ടായ്മ ആചരിക്കുവാനുള്ള വഴികളുണ്ട്. इन दिनों मेरा आप बहुत से माध्यमों के द्वारा प्रभु का संदेश सुन सकते हैं और उसको मेरा आप देख सकते हैं, अनुभव कर सकते हैं। വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏത് വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്, ആരുടെ വാക്കുകളാണ് കേൾക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. इसलिए मुझे आपको अच्छी तरह समझना इस बात को, मेरा आप किसके संदेश को, किसकी बातों को सुनते हैं, महत्व देते हैं। നമ്മുടെ കർത്താവ് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരീശന്മാരെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? അവർ ഇരട്ടി നരകത്തിന് യോഗ്യരാണെന്നാണ് അവരെ വിളിച്ചത്. फरीसियों को जो संदेश देते थे उनके लिए प्रभु ने क्या कहा? वे दुगने नरक की हैं वे लोग। അവരുടെ ജീവിത രീതി കൊണ്ടല്ല പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണ്? അവർ ഉപദേശത്തിൽ കർക്കശമുള്ളവരായിരുന്നു, നല്ല ഉപദേശമുള്ള വ്യക്തികളായിരുന്നു, നല്ല ജീവിത പ്രാവീണ്യമുള്ള വ്യക്തികളായിരുന്നു. പക്ഷേ അവരുടെ സ്വകാര്യ ജീവിതം അവരുടെ പ്രസംഗം പോലെ ആയിരുന്നില്ല. क्यों? प्रभु यीशु मसीह ने उनसे कहा उनके उपदेश बिल्कुल अच्छे थे, वे लोग अच्छा उपदेश देते थे, लेकिन जैसा उपदेश वो देते हैं वैसा स्वयं वो जीते नहीं थे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ഉപദേശം എപ്പോഴും നല്ലതാണ്. പക്ഷെ ഉപദേശം തരുന്ന വ്യക്തിയുടെ ജീവിതത്തെ നമ്മൾ അനുഗമിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തെ സൂക്ഷ്മമായി പഠിക്കേണ്ടിയിരിക്കുന്നു. इसलिए जीवन में मुझे आपको समझना है कि उपदेश अच्छा है, लेकिन उपदेश सुनने से पहले उस व्यक्ति के जीवन को मेरा आप अच्छी तरह समझ ले, पढ़ ले। അതുകൊണ്ടാണ് 20ാമത്തെ വാക്യത്തിൽ കർത്താവ് ആ ഭാഗം പറഞ്ഞു നിർത്തുന്ന, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. इसलिए 20वीं आयत में यीशु मसीह ने कहा इस प्रकार उनके फलों से तुम उनको पहचान सकते हो। അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് കർത്താവ് പറഞ്ഞു കൊടുത്തത്. എ ട്രീ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്. इसलिए प्रभु ने, यीशु मसीह ने बहुत ही साधारण भाषा के अंदर में कह दिया कि एक व्यक्ति की पहचान उसके फलों से ही होता है। നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയെന്ന് വെച്ചോ, മാംഗോ ട്രീ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ആപ്പിൾ ട്രീ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അവരോട് നമ്മൾ ഇങ്ങനെ പറയത്തുള്ളൂ, ഇപ്പോൾ മാംഗോയുടെ സീസണാണ് മോനെ, നീ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഏത് മരത്തേലാണോ മാങ്ങ നിൽക്കുന്നത് അതാണ് മാംഗോ ट्री. अगर एक हमारी संतान हमसे पूछेगा पिताजी आप मुझे बताओ कि आम का पेड़ कौन सा है, अभी आम का हम सीजन देख रहे हैं, मौसम है, हम रास्ते पे चलते जाएंगे और रास्ते में जब एक आम का पेड़ आएगा उसमें आम लगे हैं, उसको देख के हम कहेंगे बेटा देख ये है आम का पेड़। ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് വേണം തിരിച്ചറിയാൻ. അബദ്ധം പറ്റിയെന്ന് നമ്മൾ ആരും പറയരുത്. इसलिए प्रभु यीशु मसीह ने कहा एक पेड़ को देख के, उसके फलों को देख के मेरा पहचान ले कि ये कौन सा पेड़ है। ഇടുങ്ങിയ വാതിലിനെ കുറിച്ചും വിശാലമായ വാതിലിനെ കുറിച്ചുമുള്ള വേർതിരിവ് നിനക്ക് കാണിച്ചു തരാത്ത ഒരു വ്യക്തി, കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് നിന്നോട് പ്രസംഗിക്കാത്ത വ്യക്തി, നിത്യ നരകത്തെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താത്ത ഒരു വ്യക്തി, ആ വ്യക്തിയാണ് നിങ്ങളോട് സുവിശേഷം പറയുന്നതെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. इसलिए जीवन में इस बात को हमको ध्यान रखना है, जो व्यक्ति चौड़े फाटक के बारे में, सकेत फाटक के बारे में ना बताए, क्रूस के बारे में ना बताए, अनंत जीवन के बारे में ना बताए, नरक के बारे में ना बताए, तो हम समझ ले कि वो व्यक्ति कैसा व्यक्ति है।
അവര് ഒരു പക്ഷെ പറയുന്നത് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളായിരിക്കാം, നാളെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന നന്മകളെ കുറിച്ചായിരിക്കാം, നിങ്ങൾക്ക് വരുന്ന ഭാഗ്യങ്ങളെ കുറിച്ചായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ദോഷത്തെ കുറിച്ച് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ലെങ്കിൽ അവൻ കള്ളപ്രവാചകനാണ്. इसलिए मुझे आपको इसको बात को पहचाना, व्यक्ति हमारे संसार में मिलने वाले अनुग्रहों के बारे में हमको बताएगा, आशीषों के बारे में बताएगा, लेकिन मेरे और आपके जीवन के अंदर में किन बातों का ध्यान रखना जिससे मुझे और आपको नुकसान हो सकता है, अगर वो बातें ना बताए तो समझ लेना ये झूठा प्रचारक और झूठा भविष्यवक्ता है। അടുത്ത വാക്യങ്ങൾ ഈ വ്യക്തികളെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. ഞാൻ അതൊന്ന് വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് കേൾക്കാം. 21 മുതലുള്ള വാക്യങ്ങൾ. आगे की जो 3 आयतें हैं ऐसे ही झूठे भविष्यवक्ताओं प्रचारों के बारे में बताया गया है। इसके बारे में समय मिलेगा, प्रभु के आगमन दे रहे तो अगले हफ्ते हम देखेंगे। अभी केवल वाक्यों को पढ़ के हम छोड़ रहे हैं। എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. यीशु मसीह यहाँ कह रहे हैं कि 23 आयत में जो मुझसे हे प्रभु कहता है, उनमें से हर एक स्वर्ग के राज्य में प्रवेश ना करेगा, परंतु वही जो स्वर्ग की परमेश्वर की इच्छा पर चलता है। उस दिन बहुत से लोग मुझसे कहेंगे, हे प्रभु क्या हमने तेरे नाम से भविष्यवाणी नहीं की? क्या तेरे नाम से दुष्ट आत्माओं को नहीं निकाला? तेरे नाम से बहुत से आश्चर्य कर्म नहीं किए? तब मैं उनसे खुलकर कह दूंगा, मैं तुमको कभी नहीं जाना, एक हुक्म करने वालों मेरे पास से चले जाओ। കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. अगर प्रभु के आगमन में दे रहे, अगर प्रभु की अनुमति है तो अगले क्लास में हम इसके बारे में देखेंगे। കള്ളപ്രവാചകന്മാർ പറയുന്നു അവർ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, അവർ അതിശയ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. ഇവിടെ വചനത്തിൽ വായിക്കുന്നു, കർത്താവ് പറയുന്നു അന്നാളിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. झूठे भविष्यवक्ता कहते हैं, प्रभु हमने बड़े बड़े भविष्यवाणी किया, हमने बड़े बड़े काम किए, दुष्ट आत्मा निकाला, आश्चर्य कर्म किया, लेकिन यीशु मसीह उनको देख के कह रहे हैं, मैं तुम्हें कभी जानता ही नहीं हूँ। കർത്താവിന്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നമ്മുടെ തിരുവചനത്തിലൂടെ കടന്നു പോകുവാൻ, പരിശുദ്ധ വചനത്തെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഇന്ന് രാത്രികാലം വീണ്ടും ഒരു അവസരം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും വഞ്ചിക്കപ്പെട്ടു പോകാതിരിപ്പാൻ അവരുടെ ഹൃദയങ്ങളോട് കർത്താവെ പരിശുദ്ധാത്മാവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, അങ്ങ് കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠമേറിയ സൗഭാഗ്യത്തിനായി, ശുശ്രൂഷയിൽ കൊടുത്തിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ദാസനെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ആവശ്യങ്ങളും, ഹൃദയത്തിലെ എല്ലാ വിഷയങ്ങളും അങ്ങ് അറിയുന്നു. കർത്താവെ, അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. അങ്ങയ്ക്ക് വേണ്ടി ഒരു ജനത്തെ നേടുവാൻ, ഒരു ജനത്തെ നയിപ്പാൻ തക്കവണ്ണം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേട്ട് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനും തിരുസന്നിധിയിൽ പ്രതിഫലം വാങ്ങുവാനും അങ്ങയുടെ ദാസനെ ഒരുക്കണമേ. കർത്താവെ, അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് തലമുറയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ മാനിക്കുന്നവരെ അവിടുന്ന് മാനിക്കുമല്ലോ. സ്തോത്രം. ഇന്ന് ദൈവവചനം കേട്ട ഞങ്ങളുടെ ദാസന്മാർക്കായി ഞങ്ങളുടെ ജനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചാട്ട് സ്തോത്രം. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച ആശീർവാദം. आइए फिर से वचन के सामने अपने जीवन को समर्पित करे, प्रभु से प्रार्थना करे। प्रियो, प्रभु हम सबकी सहायता करे कि सकेट फाटक से मेरा प्रवेश करे। मेरी गरखवारी प्यारे खुदावंद, आपको धन्यवाद करते हैं इस रात के समय के लिए खुदा, जो आपने हमारे जीवन में दिया। एक और बार परमेश्वर प्रभु हमारे जीवनों को जांचने के लिए प्रभु आपने अवसर दिया। दो रास्ते प्रभु संसार को, तमाम मानव जाति को आपने दिखाया खुदा। आज भी प्रभु करोड़ों करोड़ों लोग प्रभु इन दोनों रास्तों के बारे में परिचित नहीं हैं, अपनी इच्छा के अनुसार चल रहे हैं, जी रहे हैं मेरे खुदा। पीढ़ियों से जो करते आ रहे हैं वैसे वो भी चल रहे हैं खुदा। लेकिन हम आपको धन्यवाद करते खुदा, आपने हमें समय पे खुदा
इन दोनों रास्तों के बारे में हमको परिचित किया प्रभु, धन्यवाद करते खुदा। इस सत्य को जानने के लिए प्रभु आपने हमें मौका दिया कि चौड़ा है फाटक जो विनाश की ओर लेके जाता है, चौड़ा है फाटक जो नरक की ओर लेके जाता है, लेकिन सकड़ा है वो फाटक जो जीवन को पहुंचाता है, स्वर्ग की ओर लेके जाता है। कोई और फाटक वो नहीं है खुदा, केवल आप ही हो प्रभु। आपने कहा मैं ही द्वार हूं, जो मुझ में से प्रवेश करेगा वो नष्ट ना होगा, वो अनंत जीवन प्राप्त करेगा खुदा। पवित्र आत्मा प्रभु हम सबकी सहायता करे, जिन चीजों को आज भी हम छोड़ नहीं पाए, हमारे स्वभाव की बातें, हमारे जीवन शैली, हमारे उठना बैठना, हमारा जीवन का हर एक कार्य खुदा, जिनमें बदलाव की आज भी जरूरत है खुदा, उनमें बदलाव लाते हुए खुदा जीने के लिए पवित्र आत्मा हमारी सहायता करे खुदा। एक और बार परमेश्वर निर्णय लेते हुए पवित्रता के साथ, शुद्धिकरण के साथ, अपना अपना क्रूस लेते हुए, दुखों का, कष्टों को, निंदाओं को, त्यागों को सहन करते हुए खुदा जीने के लिए पवित्र आत्मा हमारी सहायता करे खुदा। वचन के सामने समर्पित करते हैं। आप जितने दास दासी विश्वासियों ने खुदा वचन सुना है, सबको आपके हाथों में समर्पित करते हैं। आदरणीय परमेश्वर के दास हालेलुया रंजी पास्टर के लिए धन्यवाद करते हैं, उनके जीवन के लिए धन्यवाद करते हैं, उनको दिए परमेश्वर प्रभु वचन के प्रकाशनों के लिए धन्यवाद करते खुदा हालेलुया। कई महीनों से प्रभु मत्ती रचित सुसमाचार 5 से 6 7वें अंतिम भागों में प्रभु आने के लिए प्यारे खुदा वचन की गहराई के साथ प्रभु प्रजा को बताने के लिए आपके दास को इस्तेमाल किया। आपको लाख लाख धन्यवाद करते खुदा। आपके दास को प्रभु हम मिलकर आशीषित करते हैं, और भी अनेक लोगों के लिए आपका दास का जीवन देश और विदेश में अनेकों के लिए अनुग्रह हो खुदा। आंटी बच्चों को आप अनुग्रह करना खुदा। धन्यवाद करते खुदा सन्निपास के लिए खुदा। धन्यवाद करते परमेश्वर प्रभु इतने साल प्रभु उसको चलाने के लिए सहायता किया। आगे भी आपके दासी को अनुग्रह करना खुदा। इसका संचालन कर रहे प्रभु, आप प्रार्थना में अगुवाई करते परमेश्वर प्रभु, आराधना में अगुवाई करते तमाम परमेश्वर प्रभु दासों को प्रभु, विश्वासियों को, सबको बहुत आहिस्ता अनुग्रह करना। आज की रात हम सबको समर्पित करते हैं। सकेट फाटक से प्रवेश करने के लिए हम सबकी सहायता कर। आदर महिमा गौरव जलाल आपको देते हैं। तमाम बातें उद्धार करते यीशु मसीह के सामर्थ्य नाम से मांगते हैं, आमीन आमीन। त्रिएक परमेश्वर का प्रेम अनुग्रह सेवा सबके साथ आज वचन सुने, वचन का मना देखे प्रभुदास के साथ, विश्वासी के साथ, हम सबके साथ हमेशा हमेशा होती रहे, आमीन आमीन। ദേവദാസ ഇതുകൊണ്ടൊന്ന് പറഞ്ഞാല് ഈ മെസ്സേജുകളെല്ലാം യൂട്യൂബിനകത്ത് അവൈലബിൾ ആണ്. യൂട്യൂബിനകത്ത് പോയി റഞ്ജി ജോർജ് എൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി.